ഹലോ ഹായ് സിയാ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയാണ്. വളരെ നല്ല ടേസ്റ്റുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ നല്ല വൃത്തിയിലൊക്കെ കഴുകി ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4ഉം ഞാൻ ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്ത ഇത് കുറച്ച് നേരം കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇത് ഒരു ബ്ലാക്ക് കളറായിട്ട് ഇത് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടിപ്സ് എല്ലാവരും ഒന്ന് ഉപയോഗിക്കുക. അപ്പോൾ ഇത് കറുപ്പ് നിറമായിട്ട് വരില്ല. അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി അതുപോലെ കുറച്ച് എടുത്തിട്ട് അതും അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചതും കുറച്ച് ചില്ലി ഫ്ലാക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ലേശം പെരുംജീരകപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്, അതും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ തീ ഒന്ന് സ്ലോ ആക്കി കൊടുക്കാം. തീ ഒന്ന് കുറച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.